ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ റിയാസ് സലീം എന്ന് പറയുന്ന ബിഗ് ബോസ് താരത്തിൻ്റെ രാജ്യപ്രസ്താവനക്കെതിരെയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെയും നടത്തിയ പ്രസ്താവനക്കെതിരെയും നമ്മളൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അദ്ദേഹം മാപ്പ് പറഞ്ഞു, അതിനുശേഷം എന്ത് പ്രസ്താവന നടത്തി, എന്താണ് അതിൻ്റെ തുടർ നടപടികൾ എന്നെല്ലാം ചോദിച്ച് ഒരുപാട് ആൾക്കാർ നമുക്കും മെസ്സേജ് അയച്ചിരുന്നു. എന്നാൽ റിയാസ് സലീം എന്ന് പറയുന്ന രാജ്യദ്രോഹ കമൻറ്റുകൾ എഴുതി വിട്ട വ്യക്തി ഒരു കാരണവശാലും അദ്ദേഹം മാപ്പ് എന്ന് പറയുന്ന ഒരു അപേക്ഷ എവിടെയും അദ്ദേഹം പങ്കുവച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അദ്ദേഹം പങ്കുവച്ചത് മാപ്പ് എന്നല്ല, അദ്ദേഹം ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളെ എങ്ങനെ ന്യായീകരിക്കാം എന്ന രീതിയിലുള്ള ഒരു കുറിപ്പ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മലയാളികളോടും നമ്മുടെ കേരളത്തോടും എല്ലാം പുച്ഛമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇംഗ്ലീഷ് മാത്രം അറിയുന്നൊരു വ്യക്തി ആയതുകൊണ്ട് ഇംഗ്ലീഷിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. ആ പോസ്റ്റാണ് നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്നത്. തീർച്ചയായിട്ടും അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താണ് ഞാനൊന്ന് നിങ്ങൾക്ക് വായിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാകും. എവിടെയെങ്കിലും ഈ പോസ്റ്റിൽ മാപ്പ് എന്നോ ഈ രാജ്യത്തോടോ ഈ സമൂഹത്തോടോ ഇന്ത്യയോടോ അദ്ദേഹം ചെയ്ത ചെറ്റത്തരത്തിന് ക്ഷമിക്കണം എന്നൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ വാക്ക് നിങ്ങൾക്ക് വായിച്ചു തരാം. അതിനുശേഷം നിങ്ങൾക്ക് വിലയിരുത്താം എന്താണ് ഇവനെപ്പോലുള്ള ആൾക്കാരെ ചെയ്യേണ്ടത്. കാരണം ഞാൻ പറഞ്ഞ മാതിരി ഇവരെയൊക്കെ നിർബന്ധിത സൈനിക സേവനത്തിന് ഒരു മാസമാണെങ്കിൽ ഒരു മാസം കാശ്മീരിലോ അതുപോലെ ഇന്ത്യൻ്റെ ഏതെങ്കിലും അതിർത്തി പ്രദേശത്ത് കൊണ്ടുപോയി നിർത്തി ലിപ്സ്റ്റിക് ഇടാനല്ലാതെ വേറൊന്നും അറിയാത്തൊരുത്തനാണ് ഇവനെയൊക്കെ ചെയ്യിപ്പിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്ത ആ പോസ്റ്റിൻ്റെ ഒരു വിവർത്തനം ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. കഴിഞ്ഞ ദിവസം ഞാൻ പങ്കുവെച്ച ഒരു കാര്യത്തിന് പ്രതികരണങ്ങളുടെ ഒരു തരംഗം ഞാൻ കണ്ടു. ചിലർ എന്നെ ദേശവിരുദ്ധൻ എന്ന് പോലും വിളിച്ചു. അത് ശരിക്കും എന്നെ വേദനിപ്പിക്കുന്നു. ഞാൻ സംസാരിച്ചത് അവജ്ഞയുടെ സ്ഥാനത്ത് നിന്നല്ല, ആശങ്കയുടെ സ്ഥാനത്ത് നിന്നാണ്. എൻ്റെ വാക്കുകൾ മനുഷ്യജീവിതത്തെ വിലമതിക്കുന്നതിനെക്കുറിച്ചും അക്രമത്തെ ചോദ്യം ചെയ്യുന്നതിനെക്കുറിച്ചും കൂടുതൽ സമാധാനപരമായ നാളെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും ഉള്ള വാക്കുകളാണ്. അതിനെ തെറ്റിദ്ധരിച്ചതാണ് എന്നാണ് നമ്മൾ റിയാസ് മോൻ പറയുന്നത്. ഞാൻ ഈ രാജ്യത്തെ അഗാധമായി സ്നേഹിക്കുന്നു. ഒരിക്കലും അതിനെതിരെ നിലകൊള്ളുകയുമില്ല. വികാരങ്ങൾ തെറ്റായി വായിക്കപ്പെടാം, വാക്കുകൾ വളച്ചൊടിക്കപ്പെടാം. പക്ഷേ എൻ്റെ ഹൃദയം എവിടെയാണെന്ന് സംശയിക്കുന്ന ആർക്കും ഞാൻ ഇന്ത്യയോടൊപ്പമാണ്, സമാധാനത്തോടൊപ്പമാണ്. ഈ രാജ്യത്തെ സംരക്ഷിക്കുന്ന ധീരരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒപ്പമാണ് ഞാൻ നിലകൊള്ളുന്നത്. ഇന്ന് വെടിനിർത്തൽ വാർത്ത വന്നതോടെ എൻ്റെ മനസ്സ് ശാന്തമായി. ഇത് ഒരു രാഷ്ട്രീയ ഇടവേളയേക്കാൾ കൂടുതലാണ്. 4000 വർഷത്തിലേറെ പങ്കിട്ട വേരുകളുള്ള രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള പ്രതീക്ഷയുടെ ഒരു മിന്നൽ പിണറാണിത്. നമുക്ക് അത് പായാക്കരുത്. ജയ് ഹിന്ദ്. റിയാസ് സലീം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് അദ്ദേഹം പങ്കുവെച്ചതും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം പങ്കുവെച്ചൊരു പോസ്റ്റാണിത്. ഇതിൽ എവിടെയെങ്കിലും ഞാൻ ഈ രാജ്യത്തിനെതിരെ നടത്തിയ പ്രസ്താവന ആദ്യം ഞാൻ തിരുത്തുന്നു എന്നോ അത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റുകൊണ്ട് വന്നതാണ് എന്നോ അതിൽ സവിനയം നിങ്ങൾ ക്ഷമിക്കണമെന്നോ ഒരു വാക്ക് എവിടെയെങ്കിലും ഈ പോസ്റ്റിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇവനെപ്പോലത്തെ ആൾക്കാരൊക്കെ യാതൊരു കാരണവശാലും ഇവരെയും ന്യായീകരിക്കുന്ന ചില ആൾക്കാർ നമ്മൾ കണ്ടു. അവരുടെ പോസ്റ്റ് നമ്മളെ ഈ കഴിഞ്ഞ വീഡിയോക്ക് താഴെ നമ്മൾ കണ്ടു. അവർ പറയുന്നുണ്ട്, എന്തിനാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞല്ലോ, പിന്നെയും എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ വിമർശിക്കുന്നത് എന്ന് ചോദിച്ച് കുറച്ച് മെസ്സേജുകൾ നമുക്ക് വന്നു. എവിടെയാണ് ഈ പോസ്റ്റിൽ അദ്ദേഹം മാപ്പ് അല്ലെങ്കിൽ എന്നോട് തെറ്റുപറ്റിപ്പോയി അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഒരു വാക്ക് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ? അദ്ദേഹം പറയുകയില്ല. കാരണം അവൻ്റെ ഉള്ളും അവൻ്റെ മനസ്സും അങ്ങനെയാണ്. അവൻ പറയുന്നുണ്ട് അവന് സന്തോഷമായി അല്ലെങ്കിൽ സമാധാനമായപ്പോൾ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷമാണ്. കാരണം ഇവൻ്റെ ചോറ് ഇവിടെയും കൂറ് പാകിസ്ഥാനിലുമാണ്. ഇങ്ങനത്തെ ആൾക്കാർ തീർച്ചയായിട്ടും ഇതല്ല, ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇവനെയൊക്കെ ഒറ്റപ്പെടുത്തേണ്ട കാലം എന്നോ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വിനീതമായി നമുക്ക് പറയാനുള്ളത്. കാരണം ഇവൻ്റെയൊക്കെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ റിയാസ് സലീം എന്നൊരു പേര് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇവനൊരു നടപ്പ് കണ്ടാൽ റിയാസ് നടക്കുന്ന പോലെയോ അല്ലെങ്കിൽ സലീം നടക്കുന്നത് പോലെയോ ഒരു നടപ്പ് നമ്മൾ കണ്ടിട്ടില്ല. ഇദ്ദേഹം രാവിലെ തന്നെ എണീച്ച് പുട്ടിയും ഇട്ട് ചുവട്ടിൽ ഒരു പൂവും വെച്ച് വലിയ വലിയ ഹോട്ടലുകൾ കയറി നടന്നുകൊണ്ട് വൃത്തികെട്ട രീതിയിലുള്ള പുറത്തു പറയാൻ മടിക്കുന്ന ചില പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പരസ്യത്തിൽ അഭിനയിക്കുക എന്നതാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. നമ്മൾ അതിനെയൊന്നും വിമർശിക്കുന്നില്ല. കാരണം ഇന്ത്യൻ നിയമപ്രകാരം അങ്ങനെയൊക്കെ ജീവിക്കാനുള്ള എല്ലാ റൈറ്റ്സും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം നമ്മുടെ രാജ്യത്തോടും നമ്മുടെ രാജ്യത്തിലുള്ള മലയാളികളോടും
എല്ലാം അദ്ദേഹത്തിന് പുച്ഛമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ബിഗ് ബോസ് ഒക്കെ കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും. അദ്ദേഹം ഒരു ഇൻസൾട്ടിങ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലും കയറി ആക്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ റിയാസ് സലീം എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ തിരിച്ചും ഇത് വരുമ്പം അദ്ദേഹം ക്ഷമ കാണിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ ചെറ്റത്തരത്തിന് ഇങ്ങനെയൊന്നുമല്ല മറുപടി പറയേണ്ടത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. എന്നാലും അദ്ദേഹം തന്ന ഈ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്ന ഈ ഒരു കുറിപ്പ് ഒരിക്കലും അവൻ ചെയ്ത ചെറ്റത്തരത്തിനുള്ള ഒരു മറുപടിയോ അല്ലെങ്കിൽ അതിനുള്ളൊരു മാപ്പകശയോ ഒന്നും തന്നെ ഇതിലെവിടെയും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അദ്ദേഹം അത് പറഞ്ഞിട്ടുമില്ല. ഇവനെയൊക്കെ തഞ്ചത്തിൽ കിട്ടുമ്പോൾ ഇവൻ ചെയ്യുന്ന ചെറ്റത്തരത്തിലുള്ള മറുപടി ആൺകുട്ടികൾ കൊടുക്കുകയാണ് വേണ്ടത്. അദ്ദേഹത്തിൻ്റെ തൊഴിലിനെയോ അദ്ദേഹത്തിൻ്റെ നടപ്പിനെയോ നമ്മൾ വിമർശിക്കുന്നില്ല. അവൻ പൊട്ടിയിട്ട് നടക്കുന്നെങ്കിൽ നടക്കട്ടെ, ലിപ്സ്റ്റിക് ഇട്ട് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. എന്നാലും സമൂഹത്തിൽ നമ്മൾ നിലനിൽക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡീസൻസി, അത് നമ്മൾ കീപ്പ് ചെയ്യണം. എവിടെ ജീവിക്കുകയാണെങ്കിലും ആ നാടിലും ആ നിയമത്തിനും ആ രാജ്യത്തിനോടൊപ്പമായിരിക്കണം നമ്മൾ നിലകൊണ്ടത്. നമ്മൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവരെ ഇവിടുന്ന് അടിച്ചു ഓടിപ്പിക്കുക തന്നെ ചെയ്യണമെന്ന് മറ്റുള്ള ആൾക്കാർ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഭാരതത്തിൽ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ആക്രമണങ്ങളും ഇത്തരം വീഡിയോകളും എല്ലാം നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം വെച്ചുകൊണ്ട് മില്യൺസ് കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടാക്കുകയാണ് യൂട്യൂബ് ചാനലുകാർ എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് മില്യൺസ് കണക്കിന് ആൾക്കാരൊന്നും ഒരു വീഡിയോ കാണാൻ വേണ്ടി പോകുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഇഷ്ടപ്പെടുന്ന 100-ൽ 1 പേരെങ്കിലും ഒക്കെ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതലൊന്നും ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. സൗന്ദര്യം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ആണാണെങ്കിൽ ആൺകുട്ടിയായിട്ട് ജീവിക്കാൻ വേണ്ടി പഠിക്കണം. അതുപോലും ചെയ്യാത്തൊരു മനുഷ്യനാണ് ഇവൻ. ഇവൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണ് പോലും 1 മില്യൺ വീഡിയോ ഒക്കെ യൂട്യൂബർ അടിച്ചു കൂട്ടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ചെയ്യുന്ന ചെറ്റത്തരവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തൊള്ളയിൽ നിന്ന് വരുന്ന വാക്കുകളും അത് കേരളക്കാർ തീർച്ചയായിട്ടും ഏറ്റെടുത്തിട്ടുണ്ടാവും. ആ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോക്ക് ചിലപ്പോൾ മില്യൺസ് കണക്കിന് വ്യൂസ് വന്നിട്ടുണ്ടാവും. അതൊക്കെ അദ്ദേഹം ചെയ്യുന്ന ഈ തെറ്റിനെ ജനങ്ങൾ ഒരു കാരണവശാലും ന്യായീകരിക്കുകയില്ല, അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും. ആ സമയത്താണ് ആ വീഡിയോക്കൊക്കെ 1 മില്യൺ ഒക്കെ അടിക്കാനുള്ള ഒരു കാരണം. ഇവൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോയിലെ അടിയിൽ പോയിട്ട് ഏകദേശം കഴിഞ്ഞ വീഡിയോക്ക് അടിയിൽ തന്നെ ഏകദേശം 500 കമൻറ്റ് നമുക്കും വന്നിരുന്നു. ഒരു കമൻറ്റിൽ പോലും ഇവൻ്റെ ന്യായീകരണം ആരും നടത്തി വന്ന് കണ്ടില്ല. വിരലെണ്ണാവുന്ന ചില ആൾക്കാർ ഒഴിച്ചാൽ ബാക്കി 90% ആൾക്കാർ നമ്മൾ ചെയ്ത വീഡിയോക്ക് 100% സപ്പോർട്ടാണ് വന്നത്. പക്ഷേ ഇവൻ ഇപ്പോഴും ചെയ്ത തെറ്റിന് പശ്ചാത്തപിക്കുകയോ അതിലൊരു മാപ്പപേക്ഷ എഴുതി കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല. നമ്മൾ അഖിൽമാരാരെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അഖിൽമാരാർ പറഞ്ഞിരുന്നു, ഞാൻ ദേശത്തെ സ്നേഹിക്കുന്നത് കൂടിപ്പോയത് കൊണ്ട് തൻ്റെ ഒരു പ്രതികരണത്തിൽ വന്ന ചില പാകപ്പേയകൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചതാകാം. എന്നാൽ മരാരായാലും ഈ ബലൂചിസ്ഥാനെയും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ലിബറേഷൻ ആർമി അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യ അവർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, സാമ്പത്തിക സഹായം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തതിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ട്. അതും ഒരു രാജ്യദ്രോഹം തന്നെയാണ്. കാരണം അത് മറ്റൊരു രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. ഈ ബലൂചിസ്ഥാനെ അനുകൂലിക്കണോ പ്രതികൂലിക്കണോ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയെ മോശപ്പെടുത്തുന്ന രീതിയിൽ തന്നെ പ്രസ്താവന തന്നെയാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് അഖിൽ മാരാർക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവനെ പോലുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിന് ശേഷം അവസാന ഘട്ടത്തിൽ ഇവനെയൊക്കെ ഞാൻ പറഞ്ഞ മാതിരി ഏതെങ്കിലും അതിർത്തി പ്രദേശത്ത് കൊണ്ടുപോയിട്ട് ഒരു 10 ദിവസമെങ്കിലും നിർബന്ധിത സൈനിക സേവനം നടത്തി എന്താണ് നമ്മുടെ പട്ടാളക്കാർ അവിടെ അനുഭവിക്കുന്ന യാതന, എന്തെങ്കിലും വേദന എന്നൊക്കെ ഇവനൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്നവനെ പോലത്തെ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതല്ലാതെ ഇതിൽ കൂടുതൽ മറുപടി കൊടുക്കാനില്ല. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മാപ്പപേക്ഷ എന്താണെന്നൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഇതിലെവിടെയെങ്കിലും മാപ്പ് എന്ന് പറയുന്ന ഒരു വാക്കോ അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയുന്ന ഒരു വാക്കോ അദ്ദേഹം എവിടെയും കുറിച്ചിട്ടില്ല എന്ന് സവിനയം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.